മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 മാർച്ച് 18 ബുധൻ. RSSന്റെ ആസ്തികൾ മരവിപ്പിക്കണമെന്നും അവരുടെ നേതാക്കൾക്ക് US പ്രവേശനം തടയണമെന്നും കമ്മീഷൻ അമേരിക്കൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടതിനെക്കുറിച്ചാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. തിരിഞ്ഞുകുത്തുന്ന നഗ്നസത്യങ്ങൾ. US കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം എന്ന ഔദ്യോഗിക ഏജൻസി വിവിധ രാജ്യങ്ങളിലെ മതസ്വാതന്ത്ര്യത്തെ സൂക്ഷ്മമായി പഠിച്ച് US ഗവൺമെന്റിന് സ്ഥിരമായ റിപ്പോർട്ടുകൾ സമർപ്പിക്കാറുണ്ട്. പ്രസ്തുത കമ്മീഷൻ ഏറ്റവും ഒടുവിൽ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ നേരിടുന്ന കടുത്ത വിവേചനത്തെയും മതസ്വാതന്ത്ര്യ നിഷേധത്തെയും കുറിച്ച് സമർപ്പിച്ച പഠന റിപ്പോർട്ട് മോദി സർക്കാരിൻ്റെയും മൊത്തം രാജ്യത്തിൻ്റെയും കണ്ണു തുറപ്പിക്കേണ്ടതാണ്. നമ്മുടെ മതനിരപേക്ഷ ജനാധിപത്യ ഭരണഘടന ഉയർത്തിക്കാട്ടി രാജ്യത്തെ എല്ലാ മതന്യൂനപക്ഷങ്ങളും തീർത്തും സുരക്ഷിതരും പൂർണ്ണ മതസ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരുമാണ് എന്ന സർക്കാരിൻ്റെ അവകാശവാദവും സർക്കാർ അനുകൂലികളുടെ പ്രചാരണവും തികച്ചും വസ്തുതാവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട് കമ്മീഷൻ റിപ്പോർട്ട്. തീവ്ര ഹിന്ദുത്വ സംഘടനയായ RSSന് കടുത്ത ഉപരോധം ഏർപ്പെടുത്തണമെന്ന് US സർക്കാരിനോട് ആവശ്യപ്പെട്ട മതസ്വാതന്ത്ര്യ കമ്മീഷൻ ഗുരുതരമായ മതസ്വാതന്ത്ര്യ ലംഘനത്തിന്റെ പേരിൽ പ്രത്യേക തരത്തിലുള്ള ഉത്കണ്ഠയുള്ള രാജ്യമായി ഇന്ത്യയെ അടയാളപ്പെടുത്തണമെന്നുകൂടി റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു. ആയുധ വിൽപ്പനയെയും വ്യാപാര നയങ്ങളെയും മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെടുത്തണമെന്ന ആവശ്യവുമുണ്ട്. റിപ്പോർട്ടിന് ആധാരമായ സംഭവങ്ങളും വസ്തുതകളും വിശദമായി തന്നെ കമ്മീഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. RSS BJP ബന്ധം കാരണം പൗരത്വം, മതപരിവർത്തനം, ഗോവധം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് വിവേചനപരമായ നിരവധി നിയമങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്നുവെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. വർഷം മുഴുവൻ ഹിന്ദുത്വ ദേശീയവാദികളുടെ ആൾക്കൂട്ടം നിരവധി സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും ആക്രമിക്കുകയും പീഡനങ്ങൾക്കിരയാക്കുകയും ചെയ്തതായി സ്വോദാഹരണം റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു. അസമിൽ നിന്ന് ബംഗാളി സംസാരിക്കുന്ന ശതക്കണക്കിന് മുസ്ലിങ്ങളെ ബംഗ്ലാദേശിലേക്ക് നാടുകടത്തിയതും നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്താനെന്ന പേരിൽ നിയമനിർമ്മാണ നടപടികൾ സർക്കാർ സ്വീകരിച്ചതും എടുത്തുപറയുന്ന റിപ്പോർട്ട് ഒടുവിൽ പാർലമെന്റ് പാസാക്കിയ വഖഫ് ഭേദഗതി ബില്ലിന്റെ പ്രത്യാഘാതങ്ങളും ചൂണ്ടിക്കാട്ടുന്നു. ഉത്തരാഖണ്ഡ് ഗവൺമെന്റ് കൊണ്ടുവന്ന മദ്രസ ബോർഡുകൾ പിരിച്ചുവിട്ട് സ്റ്റേറ്റ് അതോറിറ്റി ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ രൂപീകരിച്ചത് മറ്റൊരു ഉദാഹരണമാണ്. വിവിധ സംസ്ഥാനങ്ങൾ ഇതിനകം പാസാക്കിയെടുത്ത മതപരിവർത്തന ബില്ലുകൾ മതന്യൂനപക്ഷങ്ങളുടെ നേരെ അനുവർത്തിക്കുന്ന അനീതിക്ക് ഉദാഹരണമായി റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2020 പൗരത്വ ഭേദഗതിക്കെതിരെ പ്രതിഷേധിച്ചതിന്റെ പേരിൽ ഉമർ ഖാലിദ്, ഷർജീൽ ഇമാം എന്നിവരടക്കം നിരവധി പേരെ വിചാരണ കൂടാതെ 5 വർഷം തടവിലിട്ടിരിക്കുന്ന കാര്യം മതസ്വാതന്ത്ര്യ കമ്മീഷൻ ഓർമ്മിപ്പിക്കുന്നു. RSSന്റെ ആസ്തികൾ മരവിപ്പിക്കണമെന്നും RSS നേതാക്കൾക്ക് US പ്രവേശനം തടയണമെന്നും അമേരിക്കൻ സർക്കാരിനോട് ആവശ്യപ്പെടുന്ന കമ്മീഷൻ ഔദ്യോഗിക ഏജൻസിയായ റോയെയും പരാമർശിക്കാതെ വിട്ടിട്ടില്ല. എന്നാൽ റിപ്പോർട്ടിലെ പക്ഷപാതപരമായ നിരീക്ഷണങ്ങളെ ഇന്ത്യ തള്ളിക്കളയുന്നു എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. സംശയാസ്പദമായ സ്രോതസ്സുകളെ ആശ്രയിച്ചാണ് ഇത്തരം വിലയിരുത്തലുകൾ നടത്തുന്നത് എന്നും ഇത് കമ്മീഷന്റെ വിശ്വാസ്യതയെ തകർക്കുമെന്നുമാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കുറ്റപ്പെടുത്തൽ. കടുത്ത പൗരാവകാശ നിഷേധ നിയമങ്ങളിലൂടെയും അവയുടെ ക്രൂരമായ നടത്തിപ്പിലൂടെയും തീവ്ര ഹിന്ദുത്വ ഭരണകൂടങ്ങൾ മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നുണ്ട് എന്ന സത്യം കേവലമായ നിഷേധം കൊണ്ട് മോദി സർക്കാരിനെ മൂടിവെക്കാനോ ന്യായീകരിക്കാനോ കഴിയില്ലെന്ന് തീർച്ച. കഠോര നിയമങ്ങൾ ഉപയോഗിച്ച് മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും വേട്ടയാടി ജയിലിലടച്ചതുകൊണ്ട് മാത്രം ശാസ്ത്രവും സാങ്കേതികവിദ്യയും ലോകം അടക്കി ഭരിക്കുന്ന വർത്തമാനകാലത്ത് സർക്കാരിന്റെ മുഖം രക്ഷിക്കാനാവില്ല. സ്വതന്ത്ര ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ചോരയിൽ കുതിർന്ന അധ്യായമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഗുജറാത്ത് വംശഹത്യയുടെ യഥാർത്ഥ ചിത്രം ലോകത്തിനു മുന്നിൽ അനാവരണം ചെയ്തതിന്റെ പേരിൽ BBC കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ നരേന്ദ്രമോദി സർക്കാരിന്റെ നടപടി കൊണ്ട് എന്തുണ്ടായി എന്നാലോചിക്കണം. ലോകത്തിനു മുന്നിൽ മുഖം ഒന്നുകൂടി വികൃതമായത് മിച്ചം. അതിനാൽ 24 മണിക്കൂറും സർക്കാരും പ്രതിപക്ഷങ്ങളും സമൂഹമാകെയും ആണയിടുന്ന മതനിരപേക്ഷ ജനാധിപത്യ ഭരണഘടന അനുശാസിക്കുന്ന മൗലിക സ്വാതന്ത്ര്യങ്ങളും അവസര സമത്വവും മതന്യൂനപക്ഷങ്ങൾക്ക് വകവെച്ചു കൊടുക്കാനുള്ള സന്മനസ്സും വിശാലതയുമാണ് ജനാധിപത്യത്തിലൂടെ അധികാരമേറിയ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കുണ്ടാവേണ്ടത്. അല്ലാതെ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ കിണഞ്ഞു ശ്രമിച്ചാലും നഗ്നസത്യങ്ങൾ തിരിഞ്ഞുകുത്തുമെന്നത് കട്ടായം. മാധ്യമം പോഡ്കാസ്റ്റ്.